നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കുക എന്ന് വിചാരിക്കുന്നവരാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണല്ലോ. നല്ല രീതിയിൽ നന്നായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, നല്ല വീട്, ഇതൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും അതാണ്, മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത. മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാം, നല്ല രീതിയിൽ ആയിരിക്കാം എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥവും. മൈൻഡ് അഥവാ മനസ്സ്, ഫുൾനെസ് അഥവാ പൂർണ്ണത. നമ്മൾ ആയിരിക്കുന്ന ആ നിമിഷത്തിൽ, ആയിരിക്കുന്ന ആ മൊമെൻറ്റിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും അർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായും ആ ഒരു മൊമെൻറ്റിലേക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള അർത്ഥം. അതായത് നമ്മൾ എല്ലാവരും തന്നെ, ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവരാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പിക്ചർ, ഈ ഒരു ചിത്രം കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ രണ്ട് പേരുണ്ട്. ഒന്ന് ഒരു മനുഷ്യനും ഒന്നൊരു നായയും. അയാളുടെ നായയും കൊണ്ട് നടക്കാൻ പോവുകയാണ്. ആ നായ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? പ്രധാനമായിട്ടും നായ കാണുന്നത് സൂര്യനെയും ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളെയും ഒക്കെയാണ്. അതായത് അപ്പോൾ അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് അതാണ് ആ നായ കാണുന്നത്. എന്നാൽ ആ മനുഷ്യൻ എന്തൊക്കെയാണ് കാണുന്നത്? ആ മനുഷ്യൻ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ അയാളുടെ കാറുണ്ട്, അല്ലെങ്കിൽ അയാളുടെ വാഹനമുണ്ട്, അയാളുടെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ, അയാളുടെ ജോലി, വീട്, അയാളുടെ പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അയാൾ മനസ്സിൽ കാണുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്പോൾ അയാളുടെ കൺമുമ്പിൽ കാണുന്ന ദൃശ്യങ്ങൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നതേയില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നതേയില്ല. കാണുമ്പോൾ അയാളുടെ മനസ്സിൽ നിറയെ പല കാര്യങ്ങളുമുണ്ട്. അയാളുടെ മൈൻഡ് ശരിക്കും ഫുള്ളാണ്, പക്ഷെ മൈൻഡ്ഫുൾ അല്ല. എന്നാൽ ആ നായയോ, വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ആ നായ കാണുന്നുള്ളൂ, എന്നാൽ മൈൻഡ്ഫുള്ളാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആയിരിക്കുന്ന ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, മറ്റു പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓടുന്നതുകൊണ്ട്. ആ ഒരവസ്ഥയിൽ നിന്നും അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണതയുടെ ലക്ഷ്യം തന്നെ. മൈൻഡ്ഫുൾനെസ്സിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വിയറ്റ്നാമിസ്റ്റ് ബുദ്ധിസ്റ്റ് മങ്കായ തിക് നാട്ട് ഹാങ് എന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട്, മെനി പീപ്പിൾ ആർ എലൈവ് ബട്ട് ഡോണ്ട് ടച്ച് ദ മിറക്കിൾ ഓഫ് ബീയിങ് എലൈവ് എന്ന് വെച്ചാൽ എല്ലാവരും, പല ആളുകളും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതമാകുന്ന അത്ഭുതത്തെ അവർക്ക് തൊട്ടറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിന് വളരെ വ്യക്തവും വളരെ കൃത്യവുമായ ഒരു വ്യാഖ്യാനം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മൈൻഡ്ഫുൾനെസ്സിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ഇതാണ്: ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ യു ആർ കോൺഷ്യസ്ലി അവെയർ ഓഫ് വാട്ട് യു ആർ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് സെൻസിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓർ ജഡ്ജ്മെൻറ്റ്. അതായത് ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയും വികാരങ്ങളെയും മുൻവിധികൾ ഒട്ടും തന്നെ ഇല്ലാതെ വർത്തമാനകാലത്തിൽ, അതായത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആയിരിക്കുന്ന ആ നിമിഷത്തിൽ ബോധപൂർവമായിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മൈൻഡ്ഫുൾനെസ് എന്നാണ്. അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. മറ്റ് ചിന്തകളുടെയോ മറ്റെന്തെങ്കിലും ചുറ്റും നടക്കുന്ന മറ്റൊരു കാര്യങ്ങളുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അതാണ് മൈൻഡ്ഫുൾനെസ്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓരോ സമയവും എന്തെങ്കിലുമൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടന്നു വരുന്നതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ നല്ല അനുഭവങ്ങൾക്കാണ് കോട്ടം വരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾക്ക് കോട്ടം വരുത്തുന്ന രീതിയിലാണ് ഈ കടന്നു വരുന്ന കാര്യങ്ങളോട് നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടം എന്ന് പറയുന്നത് തന്നെ ബോധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ബോധമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കഴിവാണ്. ജന്മസിദ്ധമായി, സ്വതസിദ്ധമായി നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കഴിവാണ് ശ്രദ്ധിക്കാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്.
ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് കാരണമാണ് ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നഷ്ടമാകുന്നത്. അപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഓർമ്മ വരുന്ന സമയങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അവിടെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ശ്രദ്ധ നഷ്ടപ്പെടുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിനെ നമുക്ക് വറീസ് അല്ലെങ്കിൽ ആകുലതകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം ശ്രദ്ധ തെറ്റുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് 90% നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആകുലപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വറീഡാകുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, അതായത് ഇന്നലകളെക്കുറിച്ച്. നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന പാസ്റ്റും ഫ്യൂച്ചറും ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ നിമിഷം എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരിക്കുന്ന മൊമെൻറ്റ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ആ ഒരു മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. വേവലാതിപ്പെടുക എന്ന് പറയുന്നത് ആടുന്നൊരു കസാര പോലെയാണ്. നമ്മൾ ഏത് സമയവും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ എവിടേക്കും എത്തുന്നില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന് വരില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. മോഡേൺ മൈൻഡ്ഫുൾനെസ്സിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ജോൺ കൊബാറ്റ്സൺ പറയുന്നുണ്ട്, യു കനോട്ട് സ്റ്റോപ്പ് ദ വേവ്സ് ബട്ട് യു ക്യാൻ ലേൺ ടു സ്വിം. അതായത് കടലിലെ തിരമാലകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അതിനെ തടയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് അതിനെതിരെ നീന്താൻ കഴിയും, നീന്താൻ പഠിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അദ്ദേഹം മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദ അവെയർനെസ് ദാറ്റ് അറൈസ് ഫ്രം പേയിങ് അറ്റൻഷൻ ഓൺ പർപ്പസ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് നോൺ ജഡ്ജ്മെൻ്റലി എന്നാണ്. അതായത് മുൻവിധികൾ ഇല്ലാതെ ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിൽ നിന്നും ജനിക്കുന്ന അവബോധത്തെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാൻ കഴിയുക. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും അവിടെ 3 വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവെയർനെസ്, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇതാണ് 3 വാക്കുകൾ. ഇത് 3ഉം ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവെയർനെസ് എന്ന് പറഞ്ഞാൽ ബോധമാണ്, അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയും, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഫിലോസഫിസ്റ്റായിരുന്ന ജിത്തു കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, അറ്റൻഷൻ ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഈസ് എക്സ്ക്ലൂഷൻ. അറ്റൻഷൻ വിച്ച് ഈസ് ടോട്ടൽ അവെയർനെസ് എക്സ്ക്ലൂഡ് നത്തിങ്. ഇതിനെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ ഈ കണ്ടെയ്നറിൽ കുറേ സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മളുടെ ഫീൽഡ് ഓഫ് അവെയർനെസ് ആണ്. നമുക്ക് എല്ലാത്തിനെയും കാണാൻ കഴിയുന്നു. ദിസ് ഇസ് അവെയർനെസ്. ഒരു പാസീവായിട്ടുള്ള അപ്രോച്ചാണ്. നമ്മളെല്ലാം അറിയുന്നു. അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫ് അവെയർനെസ്സിലുള്ള കാര്യങ്ങൾ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു പദാർത്ഥത്തിലേക്ക് നമ്മൾ കൂടുതൽ സമയം അറ്റൻഷൻ കൊടുക്കുന്നു. ആ ഒരവസ്ഥയാണ് കോൺസെൻട്രേഷൻ. മൈൻഡ്ഫുൾനെസ് സിംപ്ലി മീൻസ് നോട്ടീസിങ് ഓൾ ദാറ്റ് അറൈസസ് ഇൻ എ ഫീൽഡ് ഓഫ് അവെയർനെസ്. ഒന്നിനെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല, എല്ലാം നമ്മൾ അറിയുന്നു. നമ്മുടെ മനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ അറിയുന്നു. നമ്മളുടെ ചുറ്റും ഈ നിമിഷത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ അറിയുന്നു, ഒന്നിനെ മാറ്റി നിർത്തുന്നില്ല. എന്നാൽ നമ്മുടെ അകത്തും പുറത്തുമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചും നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നില്ല. ആ നിമിഷത്തിൽ ആ അവസ്ഥ നമ്മൾ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു, അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഒരവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നു വരുന്ന പഠനങ്ങൾ കാണിക്കുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക രോഗങ്ങൾക്ക് പോലും മരുന്നിനോടൊപ്പം മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ത്യയിൽ തന്നെ നിംഹാൻസ് മെഡിക്കൽ കോളേജിൽ പോലും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ഒരു ഭാഗമാക്കി മാറ്റണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.